കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഇരട്ടി സന്തോഷ വാർത്ത. കേന്ദ്രത്തെക്കാൾ മുൻപ് സംസ്ഥാനങ്ങളിൽ ശമ്പളം കൂടാൻ സാധ്യത. മാത്രമല്ല, സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിലും പെൻഷനിലും ഗണ്യമായ വർധനയും പ്രതീക്ഷിക്കുന്നു. എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും കാതോർത്തു നിൽക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പുതിയ കമ്മീഷൻ നടപ്പിലാക്കി കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിലും പെൻഷനിലും ഗണ്യമായ വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. സമീപകാലത്തെ കണക്കുകൂട്ടലിൽ ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതുവരെ നടപ്പാക്കൽ സമയപരിധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആശങ്കയാണ് വർദ്ധിക്കുന്നത്. സാമ്പത്തികമായി ശക്തമായ സംസ്ഥാനങ്ങളിലാണ് എട്ടാം ശമ്പള കമ്മീഷൻ ആദ്യം നടപ്പാലാക്കുക എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട്, അസം തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കായിരിക്കും കമ്മീഷൻ നേരത്തെ നടപ്പിലാക്കാൻ സാധ്യതയുള്ള ലിസ്റ്റിലുള്ളത്. അതുകൂടാതെ സർക്കാർ ജീവനക്കാരുടെ എണ്ണവും കേന്ദ്രത്തിന്റെ ശമ്പള കമ്മീഷൻ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നത് കാരണം ഉത്തർപ്രദേശ് ശുപാർശകൾ ആദ്യം നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. മഹാരാഷ്ട്രയുടെ ശക്തമായ സാമ്പത്തിക സ്ഥിതി സംസ്ഥാനത്തെ നടപ്പാക്കൽ പ്രക്രിയ വേഗത്തിലാക്കുമെന്നും കരുതപ്പെടുന്നുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം പൂർണ്ണമായി അംഗീകരിക്കുന്ന സംസ്ഥാനത്തെ ജീവനക്കാരുടെ ശമ്പളത്തിലും വിരമിച്ച ജീവനക്കാരുടെ പെൻഷനിലും ഗണ്യമായ വർധനവ് കണക്കുകൂട്ടാം. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിലാണ് ഇരട്ടി സന്തോഷ വാർത്ത വരുന്നത്. അതെ, ശമ്പളത്തിൽ വൈകാതെ വർധനയുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ ഇത് സംബന്ധിച്ച് പരാമർശമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ കൂടാതെ 12ാമത് കമ്മീഷൻ റിപ്പോർട്ട് 3 മാസത്തിനകം സമർപ്പിക്കും. അതിനൊപ്പം DA കുടിശ്ശിക പൂർണ്ണമായി നൽകുമെന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചത്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവശേഷിക്കുന്ന DR കുടിശ്ശിക പൂർണ്ണമായി നൽകുമെന്നതും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകാരണം ശേഷിക്കുന്ന കുടിശ്ശികകൾ പൂർണ്ണമായും മാർച്ച് മാസത്തെ ശമ്പളത്തോടെ ലഭിക്കാനും സാധ്യത കൂടുതലാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.